ഹലോ ഗെയ്സ്, കഴിഞ്ഞ ദിവസം ഇട്ടതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ക്യാമ്പൊക്കെ കഴിഞ്ഞ് വന്ന് അതിൻ്റെ ക്ഷീണം പിന്നെ പനിയും കൂടെ പിടിച്ചപ്പോഴത്തേക്ക് ഉഷാറായി. എൻ്റെ ബാക്കി ദിവസങ്ങളെ പോയി. പിന്നെ ഞങ്ങളവിടെ വെച്ച് ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണിത്. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി ഡാം കാണാൻ പോവുമായിരുന്നു. ഫസ്റ്റ് ഡേ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആയിരുന്നു ഫുള്ള്. അപ്പോൾ ആ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് അപ്പോഴത്തേക്കും തന്നെ ഫസ്റ്റ് ഡേ ഞങ്ങൾക്ക് കഴിഞ്ഞു. അന്ന് വേറൊരു ഇതുമില്ലായിരുന്നു, വേറെ ഒരു ട്രക്കിങ്ങോ ഒന്നുമില്ലായിരുന്നു. പക്ഷേ സെക്കൻഡ് ഡേ ഞങ്ങളെ രണ്ട് ടീമായിട്ട് തിരിച്ച് ഞങ്ങൾ ഫസ്റ്റ് ടീം ഞങ്ങളെല്ലാവരെയും കൊണ്ട് ഡാമിൽ പോയി. മറ്റേ ടീമിനെയും കൊണ്ട് സൗമാർ ട്രെയിനിന്, അതായത് ടോയ് ട്രെയിൻ ഉണ്ടല്ലോ കെട്ടിയിൽ, അപ്പോൾ അത് കാണാനായിട്ട് അതിൽ കയറാനായിട്ട് പോയിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഡാമിൽ പോവുകയാണ്. പോകുന്ന വഴിക്ക് തന്നെ ആ പാട്ടും കച്ചേരികളായിട്ട് പോവുകയാണ്. എല്ലാവരും വളരെ എൻജോയ്മെൻറ്റിലാണ് പോകുന്നത്. ട്രക്കിംഗ് ക്യാമ്പല്ലേ, എന്തായാലും നടന്നല്ലേ പോയേ പറ്റൂ. ട്രക്കിംഗ് ക്യാമ്പാണല്ലോ, നമ്മൾ ട്രക്കിംഗ് ക്യാമ്പിനാണല്ലോ വന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും പാട്ടും പാടി എൻജോയ് ചെയ്ത്. ആർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യമൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് ഓരോരുത്തരെയും മനസ്സിലാക്കി പരിചയപ്പെട്ട് വരുന്നുണ്ട് ഞങ്ങളെല്ലാം. ഞങ്ങളുടെ മാം ഞങ്ങളുടെ കൂടെയുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു GC മാമുണ്ട്. രണ്ടുപേരുണ്ട്. ഒരാൾ മറ്റേ ടീമിൻ്റെ കൂടെയും പോയി, ഞങ്ങളുടെ ടീമിൻ്റെ കൂടെ ഒരാളും കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ GC മാമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കെട്ടിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് 2-3 ദിവസവും കെട്ടിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരിടത്തേക്ക് പോകുന്നത്, ഊട്ടിയിലോട്ട് പോകുന്നത്. അപ്പം അങ്ങോട്ട് പോകുന്ന വഴി കുറേ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഓരോ സ്ഥലങ്ങൾ കണ്ട് പാട്ട് പാടി എൻജോയ് ചെയ്താണ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കെട്ടിയല്ലേ, തമിഴ്നാടല്ലേ, ഈ വീടുകൾ അടുത്തടുത്തിരിക്കുന്നതും ഇപ്പോൾ പല കളറിൽ പെയിൻ്റ് അടിച്ച വീടുകളൊക്കെ കാണുമ്പോൾ എന്ത് രസമല്ലേ അതൊക്കെ കാണാൻ. പിന്നെ അവിടെ ഇവിടെ ആയിട്ട് ക്യാരറ്റ് കൃഷി ചെയ്യുന്നത് കാണാം. പിന്നെന്താണ്, തേയില കൃഷികൾ കാണാം. എല്ലാം കണ്ടു പോയിക്കൊണ്ടിരുന്നപ്പോൾ എന്തായാലും നമുക്ക് നടന്നല്ലേ പോകുന്നത്, റെസ്റ്റ് വേണമല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അപ്പോൾ ഞങ്ങളുടെ സീനിയറും മാമും ഒക്കെ ഉഷാറല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെ. പിന്നെ നിൽക്കുന്നതാണ് അവിടെ ഞങ്ങൾ ക്യാമ്പിന് വന്നപ്പോൾ തൊട്ടേ ഞങ്ങളുടെ കൂടെ ഒരു പട്ടി ഉണ്ടായിരുന്നു, ഡോഗ്. അപ്പോൾ അത് ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ കൂടെ വരുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ ഡാം കാണാൻ പോയപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നു. ഡാമിൻ്റെ അടുത്തെത്തിയപ്പോൾ തന്നെ മഴ കൊണ്ട് മഞ്ഞ് വീണ് അത് കോടമഞ്ഞ് ഇറങ്ങിയായിരുന്നു. പക്ഷേ നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. നല്ല തണുപ്പും വളരെയധികം എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ മഴ പെയ്തു. ഞങ്ങൾ പിന്നെ അവിടെ ഒരു ഷെഡിൽ കയറി നിന്നു. അവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ്. ആദ്യമൊന്നും ഇതൊന്നും കാണത്തില്ലായിരുന്നു, മഞ്ഞ് കൊണ്ട് മൂടിക്കൊണ്ടൊന്നും കാണത്തില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മഞ്ഞെല്ലാം പോയി. ഒരുവിധം എനിക്ക് ഒരു വ്യൂ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തു. പിന്നെ ഡാം കണ്ട് അതൊക്കെ ഫോട്ടോ എടുത്തു. വീഡിയോ എടുക്കാൻ അങ്ങനെ പറ്റില്ല, ഡാമിൽ കയറുമ്പോൾ അധികം വീഡിയോ എടുക്കരുത് എന്ന് ഞങ്ങളെ മുൻകൂട്ടി പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഒരാളാണ് ഫോട്ടോ മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഡാമിൻ്റെ തന്നെ വേറൊരു ഭാഗത്ത് പോയി. അവിടെ വീഡിയോ എടുക്കുന്നതിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഞാനെടുത്ത ജസ്റ്റ് ഒരു വീഡിയോ ആണ് കാണുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ടാറ്റാ.